കാടുകൾക്ക് നടുവിലൂടെ അതീവ ദുർഘടമായ പാതയിലൂടെ 2 ദിവസത്തിലധികം സഞ്ചരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡോ ചൈന അതിർത്തിയോട് ചേർന്ന ദാമിൻ എന്ന ഗ്രാമത്തിലേക്ക് എത്തിച്ചേരുമെന്നറിഞ്ഞാണ് ഞാനും മീനുക്കുട്ടിയും യാത്ര പുറപ്പെട്ടത്. പോകുന്ന വഴിയിൽ ഇടയ്ക്ക് ഇന്ത്യൻ ആർമി വണ്ടികൾ മാത്രം നമ്മളെ ക്രോസ് ചെയ്തു വരുന്നുണ്ടായിരുന്നു. മേഘവിസ്ഫോടനങ്ങൾക്ക് പേര് കേട്ട കാടായതുകൊണ്ട് തന്നെ ഈ കാടിന് നടുവിലൂടെയുള്ള പാത പലപ്പോഴും ഇടിഞ്ഞു പോവുക പതിവായിരുന്നു. അവിടെ വെച്ച് അത്ഭുതം പോലെ മലയാളികളായ സുഹൃത്തുക്കളെയും നമ്മൾ കണ്ടുമുട്ടി. ഈ കാടിൻ്റെ സ്വന്തം മിഥുൻ എന്ന സാധുമൃഗം പലപ്പോഴും നമ്മളുടെ മുൻപിലേക്ക് വന്നു ചേരുന്നുണ്ടായിരുന്നു. കാട്ടുവഴികളിൽ പലപ്പോഴായി കാടിൻ്റെ മക്കളെയും നമ്മൾ കണ്ടുമുട്ടി. അവർക്ക് നമ്മളുടെ വണ്ടി ഒരു കൗതുകമായിരുന്നു. മടക്കയാത്ര ഇനി സാധിക്കുമോ എന്ന ഭീതി ഉണ്ടാക്കും വിധം പലയിടങ്ങളിലും റോഡുകൾ ഇടിഞ്ഞു താന്നുകൊണ്ടേയിരുന്നിരുന്നു. കൂട്ടിനെത്തിയ മഴവില്ലും മഴയും ഒക്കെ കൊണ്ട് വൈകിട്ടോടുകൂടി നമ്മൾ ദാമിൻ എന്ന സുന്ദര ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നു. അവിടെ നമ്മളെ കാത്ത് കട്ടപ്പനക്കാരൻ ജോമോനച്ഛനും ഉണ്ടായിരുന്നു. ഹലോ, നമസ്തേ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് എല്ലാവർക്കും ഉണ്ടല്ലോ. നമ്മളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക്. ഗൂഗിൾ മാപ്പിൽ പോലും ഇല്ലാത്ത ഇങ്ങ് ഇൻഡോ ചൈന ബോർഡർ അതിർത്തിയിലുള്ള ഗ്രാമത്തിൻ്റെ പേരെന്തായിരുന്നു? ഡാമിൻ. ആവശ്യത്തിൽ പറഞ്ഞു തന്നപ്പോൾ അത് വിട്ടുപോയി. ഡാമിൻ എന്ന് പറയുന്ന സുന്ദര ഗ്രാമത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. ഇവിടെ ഒരു കുട്ടി പള്ളിയുടെ മുറ്റത്താണ് ഞാനുള്ളത്. ഞാനിപ്പോൾ ആരോടാണ് സ്ഥലത്തിൻ്റെ പേര് വെച്ചെന്നല്ലേ, ലോകത്തിൻ്റെ ഏത് മൂലയ്ക്ക് പോയിട്ടുണ്ടെങ്കിലും ഒരു മലയാളി അവിടെ ഉണ്ടാവും എന്നുള്ളത് കഴിഞ്ഞ എപ്പിസോഡ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മളിവിടെയൊക്കെ എങ്ങനെ എത്തിച്ചേർന്നിട്ടുള്ളതെന്നുള്ളതും കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം അത്രയ്ക്ക് ദുർഘടമായ പാതയിലൂടെയായിരുന്നു നമ്മൾ കടന്നു വന്നത്. നമ്മുടെ ജോമനച്ഛനെ നമ്മൾ വിശദമായി പരിചയപ്പെട്ടിട്ടില്ല. ഗുഡ് മോർണിംഗ്. രണ്ടാമത്തെ വെൽക്കം. അച്ഛനെ പറ്റി കൂടുതൽ പറഞ്ഞില്ല. അച്ഛൻ ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിലാണ് വീട്. കട്ടപ്പനക്കടുത്ത് ബദേൽ എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ് വീട്. ബദേലില്. ഇവിടെ എങ്ങനെ എത്തിപ്പെട്ടു? ഇവിടെ എങ്ങനെ എത്തിപ്പെട്ടെന്ന് വെച്ചാൽ പിതാവ് ഇവിടെ ഒരു അപ്പോയിന്റ്മെന്റ് തന്നു. അങ്ങനെയാണ് ഇവിടെ എത്തിയത്. നേരിട്ട് ഡാമിൻ എന്ന് പറഞ്ഞ ഈ സ്ഥലത്തോട്ട് വരികയായിരുന്നു. ഏകദേശം ഒരു 2-2.5 വർഷം മുമ്പാണ് ആദ്യമായിട്ട് ഇങ്ങോട്ടേക്ക് എത്തിയത്. അവിടെ നമ്മളുടെ പള്ളി ഞാനുണ്ടല്ലോ ഇന്നലെ കടന്നത് അവിടെയാണ്. അത് കൂടാതെ ഇത് നമ്മുടെ ഹൗസ് അല്ലേ? ഇത് നമ്മുടെ ഹൗസ്. ഒരു ശരിക്കും തടി കൊണ്ടും മുള കൊണ്ടും ഉണ്ടാക്കിയ കണ്ട ഞങ്ങള് ഇപ്പം താഴെയാണെങ്കിൽ ഇവിടുത്തെ ആളുകളുടെ വീടുകളുടെ ഒരു ശൈലിയിൽ, അതായത് ഈ പലക താഴെ ഇങ്ങനെ അടിച്ച്, അതായത് കുറ്റിയാണ് നാട്ടി നിർത്തി. അല്ല, ഞാൻ വിശദമായി കാണിച്ചു തരാം. അതേ രീതിയിൽ തന്നെയാണ്, പക്ഷെ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇതൊരു കേരള സ്റ്റൈൽ അല്ലേ? ഇതൊരു കേരള സ്റ്റൈലാണ്. ഇവരുടെ ഒരു ഡാമിൻ സ്റ്റൈൽ പോലെയല്ല. ഡാമിൻ സ്റ്റൈൽ എന്ന് പറയുന്ന ചതുരത്തിൽ വരും. ഇത് നമ്മള് അവർക്ക് മുറികൾ 1-2 മുറികൾ കാണുള്ളൂ. ഇത് നമ്മളിങ്ങനെ മുറികളായിട്ട് തിരിച്ച് അങ്ങനെ പണിതിരിക്കുന്നതാണ്. ഓക്കെ, ഇവിടെ ഇനിയും കുറച്ച് ആളുകളെ കൂടി പരിചയപ്പെടാനുണ്ട്. നമുക്ക് അവരെയൊക്കെ 1 by 1 ആയിട്ട് പരിചയപ്പെടാം കേട്ടോ. ഗുഡ് മോർണിംഗ് ഫാദർ. ഇതാണ് ഫാദർ അഗസ്റ്റിൻ. ഫാദർ വന്നിട്ട് മണിപ്പൂർ തമെങ്ലോങ്, അതായത് നമ്മളുടെ ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പം നമ്മൾ റെയിൽവേ ലൈനൊക്കെ വരുന്ന കാണിച്ചിട്ടില്ലായിരുന്നു, ആ ഒരു ഭാഗമേ. അതായത് മണിപ്പൂരിൻ്റെ വെസ്റ്റ് ഭാഗത്താണ് ഫാദർ. അപ്പം ഫാദർ ഇവിടെ ഇപ്പോൾ എത്തിയിട്ട് 3 മാസമല്ലേ ഫാദർ? 3 months. Okay. So nice to meet you. Good. Happy to see you. Most welcome once again. Thank you. ഇനിയിപ്പോൾ നമ്മളെല്ലാവരും കൂടി ഈ ഒരു ഇവിടുത്തെ ഗ്രാമങ്ങളും ഒക്കെ കാണാനായിട്ട് തന്നെ കാണിച്ചു തരാൻ വിശദമായിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് സിമെൻറ്റിൻ്റെയും അതുപോലുള്ള സാധനങ്ങളുടെയൊക്കെ അവൈലബിലിറ്റി കുറച്ചധികം പ്രശ്നമായതുകൊണ്ട് ഇവിടെയും വീടുകൾ നിർമ്മിക്കുമ്പോൾ ഇത് കണ്ടോ, ബാമ്പു വെച്ചിട്ട് സെപ്പറേഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. താഴെ വന്നിട്ട് വുഡൺ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പള്ളി പണിതേക്കുന്നത് മരം കൊണ്ടാണ് മെയിനായിട്ടല്ലേ അച്ഛാ? മരം കൊണ്ട്. ഓക്കെ, മരം കൊണ്ടാണ് ചെയ്തേക്കുന്നത്. നമ്മുടെ ഹൗസിൻ്റെ ബാക്ക് ഭാഗമാണ് ഇതുണ്ട്. ഇവിടെ ഒരു ബാൽക്കണി പോലെ ഉണ്ട്. ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്നതൊക്കെ ദാമിൻ ഗ്രാമങ്ങളാണ്. ദാമിൻ ഗ്രാമത്തിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം കേട്ടോ, 1 by 1 ആയിട്ട്. ആദ്യം ഇവിടെ ഇന്നിപ്പോൾ ഉണ്ടല്ലോ കുറച്ച് ഇൻറ്റീരിയറിൽ നമുക്കതിന് ദൂരത്തിലുള്ള പിടിക്കാം. ഇൻറ്റീരിയറിൽ ഗ്രാമങ്ങളുണ്ട്, സംതിങ് സ്പെഷ്യൽ ട്രൈബുകളുണ്ട്. അങ്ങോട്ടേക്ക് ഞങ്ങളെല്ലാവരും പോവുകയാണ്. ഇതാണ് ഇവരുടെ അടുക്കള വരുന്നത്. എന്താ നമ്മളുടെ ഞാൻ പറഞ്ഞില്ല, ഇവിടെ ടെമ്പറേച്ചറൊക്കെ നല്ല രീതിക്ക് ഡൗൺ ആവും. ആ ഒരു സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റേ ചൂടാക്കുന്ന അടുപ്പില്ലേ, അതൊക്കെ ഇവിടെയുണ്ട്. നിങ്ങൾ ഈ മലനിരകൾ കണ്ടില്ലേ? ഈ ഒരു ദാമിൻ എന്ന് പറയുന്ന നാട് ചുറ്റും 360 ഡിഗ്രി മലകളാൽ ചുറ്റപ്പെട്ട ഒരു താഴ്വാരമാണ്. ഇവരുടെ ആകാശം വരെ ലിമിറ്റഡാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആളുകളുടെ അറിവുകളും പുറം ലോകത്തെ പറ്റിയുള്ള അറിവുകളൊക്കെ വളരെ പരിമിതമാണ് കേട്ടോ. ഇനിയിപ്പോൾ ഉണ്ടല്ലോ മീൻകുട്ടി ടൈമാണ്. ഞങ്ങൾ ആദ്യമേ വണ്ടി എടുത്ത് ഇവിടെ നിന്നും എത്ര കിലോമീറ്റർ ഉണ്ട്?
ഇവിടുന്നൊരു വണ്ടി പോകുന്നൊരു 25 കിലോമീറ്റർ. 25 കിലോമീറ്റർ. അതിന് ശേഷം ഒരു 1.5 മണിക്കൂർ 10 കിലോമീറ്റർ പിന്നെ 10 കിലോമീറ്റർ നടക്കാണ്ട്. അപ്പോൾ 1 മണിക്കൂറൊന്നും പോരാ. അപ്പോൾ വായ എല്ലാവരും മല കയറാൻ തയ്യാറായിക്കോ. നമ്മളുടെ ഈ ഒരു ഡാമിലേക്കുണ്ടല്ലോ റോഡ് വന്നിട്ട് ആകെ 5 വർഷം ആകുന്നുള്ളൂ. അതുകൂടാതെ ഇങ്ങോട്ടേക്ക് കറണ്ട് വന്നിട്ടുണ്ടല്ലോ ആകെ 3 മാസം ആകുന്നുള്ളൂ. നെറ്റ്വർക്ക് ഇവിടെ ഇല്ല. ഇവിടെ മൊബൈൽ നെറ്റ്വർക്കിൽ കുറച്ചുകൂടി നമ്മൾ അങ്ങ് പോകുമ്പോൾ അപ്പുറത്തെ ഒരു മലഞ്ചെരുവിൽ നെറ്റ്വർക്ക് കിട്ടും. അത് വന്നിട്ട് ആകെ എത്ര അച്ഛൻ 1.5 മാസമോ? അതൊരു 2 മാസമായിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ ചിന്തിക്കുക എത്രത്തോളം പുറകിലാണ് ഈ ഒരു നാട് എന്നുള്ളത്. ഇത് അവിടെ കാണുന്ന ഐലൻഡ് പോലത്തെ ഭാഗമല്ലേ, അവിടെയാണ് നമ്മളുടെ ചർച്ച്. നമ്മൾ നിന്ന് അവിടെ നിന്നാണ് ഇങ്ങോട്ട് കയറി വന്നത്. നമ്മൾ ഈ മല ഇറങ്ങി പോകുന്നുണ്ടല്ലോ, ഇത് ഹുറി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഇപ്പോൾ ഈ ഒരു പുതിയതായിട്ട് റോഡ് വന്നേക്കുന്നില്ലേ, ഹുറി വരെയാണ് ശരിക്കും റോഡുള്ളത്. ഈ ഒരു ഭാഗത്ത് ഇന്ത്യയുടെ ബോർഡർ സൈഡിലുള്ള ലാസ്റ്റ് വണ്ടി എത്തുന്ന വില്ലേജ് ഹുറിയാണ്. അതിനുശേഷം റൂബ എന്ന് പറയുന്ന വില്ലേജ് ഉണ്ട്, അത് നമുക്ക് നടന്നു പോകേണ്ടതാണ്. നെറ്റുണ്ട് ഇവിടെ? ഇതാണ് നെറ്റിൻ്റെ സ്ഥലം. ഫാദറിനെയൊക്കെ സംബന്ധിച്ചിട്ടുണ്ടല്ലോ ഈ ഒരു പോയിൻ്റ്, അതായത് ഈ ഗ്രാമക്കാരെ സംബന്ധിച്ച് ഈ ഒരു പോയിൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. പുറം ലോകവുമായി ബന്ധമുള്ള ചെറുതായിട്ട് നെറ്റിൻ്റെ കണുകൾ ഒഴുകി വരുന്നത് ഈ ഒരു പോയിന്റിലാണ്. പക്ഷേ ഇപ്പം നെറ്റ്വർക്ക് ഇല്ല കേട്ടോ. ഇവർ സമയമുണ്ടല്ലേ ഇത് ഓണാക്കുന്ന ഓഫാക്കുന്നതൊക്കെ? സമയമില്ല, ഭാഗ്യം പോലെയാണോ? ടവർ ഇങ്ങനെ ജനറേറ്ററിലെ പ്രവർത്തിക്കും. ജനറേറ്ററിൽ നിന്ന് ബാറ്ററിയിലോട്ടാണ് പ്രവർത്തിക്കുന്നത്. ഓ, കറണ്ടല്ല. ജനറേറ്ററിന് ഇന്ധനം ഇല്ലെങ്കിൽ ഓഫാക്കി വെക്കും. ഓക്കെ, അപ്പം അങ്ങനെ ഭയങ്കര ലിമിറ്റഡ്. ഞാൻ പറഞ്ഞില്ലേ എല്ലാം ലിമിറ്റഡാണ് ഇവിടെ. ഇവിടെ നിങ്ങൾ കണ്ടില്ല, ഇതുണ്ടോ ലാൻഡ് ഇടിഞ്ഞ് താഴോട്ടേക്ക് ലാൻഡ് സ്ലൈഡ് ഭീകരമായ രീതിയിൽ പോയത്. ഇതങ്ങ് താഴെയായിട്ട് മലയുടെ ആ ഒരു ഭാഗത്ത്, മലയുടെ താഴ്വാരത്ത് ഇതുണ്ടോ നിങ്ങൾ ഈ കാണുന്നതാണ് കുമേ നദി അല്ലേ ഫാദർ? കുമേ റിവറാണ്. ഈ കുമേ റിവറിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ നമ്മൾ വരുമ്പോൾ കണ്ട കൊളോറിയാങ്ങിലുള്ള കുറും നദി, ഈ നദിയെപ്പറ്റി വളരെ രസകരമായ കഥയുണ്ട്. ആ കഥ നടക്കുന്ന സമയത്ത് ഞാൻ പറയാം കേട്ടോ. ഓൺ ദ വേയിലുണ്ടല്ലോ നമുക്കിതാ ഇതുപോലെയുള്ള ചെറുതും വലുതുമായ നല്ല ബ്യൂട്ടിഫുൾ, നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഹെവി ടൂറിസം സ്പോട്ടുകൾ ആവേണ്ട സ്ഥലങ്ങളാണ്. എന്താ വെള്ളച്ചാട്ടങ്ങളുണ്ട്. നോക്കി എന്നാ ഹൈറ്റിൽ നിന്നാണ് ആ വെള്ളച്ചാട്ടം വരുന്നതെന്ന് അറിയുമ്പോൾ അങ്ങ് മേലേന്ന് കേട്ടോ. വാവ്, കുമേ റിവറിനെ നമ്മൾ ക്രോസ് ചെയ്യാണ്. ഇതാണ് കേട്ടോ ഹുറി ബ്രിഡ്ജ്. നമ്മുടെ വയനാട്ടിലൊക്കെ പെടുന്ന പോലെ തന്നെയുള്ള വേലി പാലങ്ങൾ ഈ ഒരു ഭാഗത്ത്. ഇവിടെ മെയിനായിട്ട് ഇത് തന്നെയാണ്. കോൺക്രീറ്റ് ബ്രിഡ്ജുകൾ വളരെ കുറവാണ്, കാരണം ഇത് BRO പണിയുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിനെ ക്രോസ് ചെയ്ത് നമ്മൾ അപ്പുറത്തെ മലയിലേക്ക് കയറുകയാണ്. വെൽക്കം ടു ഹുറി. ഇനിയാണ് ഹുറി തുടങ്ങുന്നത്. ഓ, നമ്മൾ ചെറുതും വലുതുമായി വേറെ വെള്ളച്ചാട്ടങ്ങളുണ്ട്. ഇവിടെ അടുത്ത വെള്ളച്ചാട്ടം. ഇനി അങ്ങോട്ട് മൊത്തം ഉണ്ടല്ലോ പ്രകൃതിയുടെ സൗന്ദര്യമായിരിക്കും കേട്ടോ. ജസ്റ്റ് നമ്മൾ മല കയറി എത്തുമ്പോഴത്തേക്കും ഹുറിയുടെ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്. ഇവിടെ വന്നിട്ട് നമ്മളുടെ ഗ്രഫിൻ്റെ ഒക്കെ ബേസ് ഉണ്ട്. പിന്നെ ചെറിയൊരു കടയോ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം എല്ലാം ബാമ്പൂ കൊണ്ട് തന്നെ ചെയ്തേക്കുന്നതാണ്. നമസ്തേ, വാട്ട്സ് യുവർ നെയിം? നാം? ഓക്കെ, ഈ ചേച്ചി ഇവിടുത്തെ ചേച്ചിയാണ്. ഞാൻ ഇവിടുത്തെ ഇതൊരു പലചരക്ക് കട, ഇവരുടെ എല്ലാം യൂസിനും വേണ്ട കടയാണ്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സാധനം അച്ഛൻ തെറ്റിക്കില്ല അച്ഛോ, ഇതാണ് ഇവിടുത്തെ പലചരക്ക് കട. ഞാൻ പറയുന്ന പോലെ തന്നെ ഇവിടെ മെയിനായിട്ടുണ്ടല്ലോ ഇവിടെയുള്ള ആൾക്കാർ പെപ്സി, കൊക്കക്കോള, കൂൾ ഡ്രിങ്ക്സുകളുടെ മെയിനായിട്ടുള്ള ഒരു കൺസെപ്ഷനുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ കടകളിലൊക്കെ വരുമ്പോൾ വഴിയിലാണെങ്കിലും ഫുള്ള് ഇതുപോലത്തെ പെപ്സി, കോള, അതുപോലെ തന്നെ ഇതുപോലത്തെ കൂൾ ഡ്രിങ്ക്സുകൾ. നമ്മൾ ഇത് കണ്ടില്ല, ഞാൻ ഇന്നലെ വരുമ്പോൾ കാണിച്ചു തന്നേരം നമ്മളുടെ ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന സാധനങ്ങൾ. അതുകൂടാതെ ഞാൻ വെറൈറ്റി മറ്റൊരു സാധനങ്ങൾ കാണിച്ചു തരാം. ഓൾഡ് മങ്ക്, ഇതുണ്ട് നിങ്ങൾ ഇവിടെ ഓൾഡ് മങ്ക് കിട്ടും കേട്ടോ. നൈസ്. നെറ്റ്വർക്ക് ഇല്ലെങ്കിൽ ഇവിടെ ഡിജിറ്റലാണ് കേട്ടോ. ഇവിടെ ഗൂഗിൾ പേ ഒക്കെ ഉണ്ട്. ഇപ്പം എപ്പോഴായി? ഇന്നലെ പോയതാന്നല്ലേ പറഞ്ഞ? എണ്ണ തീർന്നു പോയത്, ഡീസൽ തീർന്നു പോയതുകൊണ്ട് ഇവിടെ എവിടെയും റേഞ്ച് ഇല്ല. പിന്നെ ഇവർക്ക് ഇതൊന്നും പുതുമയല്ലല്ലോ, ഇതെല്ലാം നോർമലാണ്. വല്ലപ്പോഴൊക്കെ നെറ്റ് വരുമ്പോഴാണ് ഇവരൊക്കെ ആഘോഷിക്കുക. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് നമ്മുടെ ഫാദറിനെ. ഈ ഒരു നാട്ടിലെ ഈ ഒരു ചെറിയ ഇട്ടവട്ടത്തെ ആളുകൾ കണ്ട ഏറ്റവും ഉയരം കൂടിയ മനുഷ്യനാണിത്. അപ്പോൾ ഇവരെല്ലാം പറയുന്നുണ്ട്, ഫാദർ വന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് പറയും കേട്ടോ. ഇവിടെയുള്ള ആളുകൾ പൊതുവെ കുറച്ച് ഹൈറ്റ് കുറഞ്ഞ ആളുകളാണ്. നമ്മളുള്ളത് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്നത് ഇതാണ് ഇവിടുത്തെ മോഡേൺ വില്ലേജ്. ഗവൺമെന്റ് വീട് വെച്ച് നൽകുന്നല്ലേ ചോ? വീട് വെച്ച് കൊടുക്കുന്നത്. അത് കുറച്ചുകൂടി പുതിയ രീതിയിൽ, അതായത് റൂഫിങ് മാത്രമാണ് പുതിയത്, ബാക്കിയൊക്കെ ഇവരുടെ മരത്തിൻ്റെ അതൊക്കെ കൊണ്ട് ഇവരുടേതായ ശൈലിയിൽ പണിയുന്നതാണ്.
പിന്നെ നിങ്ങൾക്കറിയാലോ ഈ ബോർഡർ മേഖലകളിൽ ഗവൺമെൻറ് ആളുകളെ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ട് ഇവിടെ. നമ്മുടെ കുറി കുറച്ചും കൂടി മേലെയാണ് മെയിൻ ഇതായിട്ടുള്ളത്. നമ്മൾ അങ്ങോട്ട് കയറുന്നില്ല. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ താഴോട്ടേക്കാണ് കേട്ടോ നമുക്ക് ഇറങ്ങിപ്പോകാനുള്ളത്. ഇനി അങ്ങോട്ടേക്ക് മൺവഴിയാണ്. ഞാനുണ്ടല്ലോ ഈ ബോക്സ് വെച്ച് വണ്ടി ഓടിച്ച് ബാലൻസ് ആയിട്ട് പിന്നീട് ബോക്സ് ഇല്ലാണ്ട് ഓടിക്കുമ്പോൾ വണ്ടി ഭയങ്കര വേറെ ഏതോ വണ്ടി ഓടിക്കുന്നൊരു ഫീലാണ്. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ, ബോക്സ് അഴിച്ചിട്ട് ഓടുമ്പോഴും ഇട്ടിട്ട് ഓടുമ്പോഴും തമ്മിൽ. ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടവും ചെറിയൊരു അരുവിയൊക്കെ ഉണ്ട്. ഒരു പാലം വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ പാലത്തിൻ്റെ തുടക്കം കിട്ടി, പക്ഷേ ഒടുക്കം കിട്ടിയിട്ടില്ല. അതേ കൂടെ കയറാൻ പറ്റും. ഇപ്പം നമുക്ക് പോകാനായിട്ട് തിരിച്ചു വരുമ്പോൾ മഴ പെയ്തില്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കയറി വരാവേ. വുഡൻ ബ്രിഡ്ജുണ്ട്. യെസ്. ഈ ഒരു മണ്ണിട്ട വഴി കയറി വരുമ്പോഴത്തേക്ക് ഇത് കണ്ടെങ്കിൽ നമ്മളുടെ മുമ്പിലായിട്ട് ഇതെല്ലാം നെൽകൃഷിയാണ് കേട്ടോ. കരനെല്ലാണ്, ജൂം കൾട്ടിവേഷൻ. അത് ആദ്യമേ തീ ഇട്ടിട്ട് ആ ഒരു ഭാഗം ക്ലിയർ ആക്കി പിന്നീട് അവിടെ കൃഷി ചെയ്യുന്ന രീതി, ആ ചാരമൊക്കെ വളമായിട്ട് യൂസ് ചെയ്യുന്ന രീതി അറിയാലോ നിങ്ങൾക്ക്. മണ്ണിട്ട വഴിയാണ് നമ്മളിതാ കുറേ അധികം ദൂരം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇത് ശരിക്കും ഇങ്ങനെ ഒരു വഴി ഉണ്ടെന്നുള്ളത് ഇവൻ ഗൂഗിൾ മാപ്പിൽ പോലും, ഇവൻ അതിൻ്റെ ഫോട്ടോയിൽ പോലും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. അതുപോലുള്ള സ്ഥലങ്ങളൊക്കെയാണ് നമ്മൾ തപ്പിപ്പിടിച്ച് കയറിയത്. അച്ഛനുള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയത്. യെസ്, നമുക്ക് റോഡിൻ്റെ അവസാനം എന്താ ഇവിടെ തീർന്നു. ഇവിടം വരെയാണ് കേട്ടോ നമുക്ക് വണ്ടി കൊണ്ട് വരാൻ പറ്റും. ഇനി നമ്മൾ ട്രെക്കിംഗ് ആണ്, ട്രെക്കിംഗ്, ഹെവി ട്രെക്കിംഗ് അല്ലേ. നമ്മളുണ്ടല്ലോ വണ്ടി കുറച്ചും കൂടി ഇപ്പുറം കൊണ്ടുവന്ന് ഇവിടെ ഒരു വീടിന് സൈഡിലാക്കി വെച്ചു. ചാത്തേ ബസ്തി അല്ലേ, ചാത്തേ എന്നാണ് ഈ ഒരു വില്ലേജിൻ്റെ പേര്. ഇത് കഴിഞ്ഞ് നമ്മളിനി മല കയറണം. കണ്ടോ അങ്ങ് അപ്പുറമായിട്ടൊരു നീലമല നിങ്ങൾ കണ്ടോ, കരിമല പോലെ. ആ മലയാണ് നമുക്ക് കയറാനുള്ളത് കേട്ടോ. ഓ, ഇവിടുത്തെ വീടുകളുടെ ഏകദേശം രൂപം കണ്ടില്ല നിങ്ങൾ. താഴെ ഇങ്ങനെ തൂണുകളിൽ നാട്ടി ബേസ് ഉണ്ടാക്കി അതിൻ്റെ മേലെ ബാമ്പുവിൻ്റെ ഇത് കൊണ്ട് ഭിത്തികൾ പണിത് വീടുകളുണ്ടാക്കും. അച്ഛൻ നമ്മളിപ്പോൾ പോകുന്ന ഗ്രാമത്തിൻ്റെ പേരെന്തായിരുന്നു? നമ്മൾ പോകുന്ന ഗ്രാമത്തിൻ്റെ പേര് സനംറിയ. സനംറിയ. ഓക്കെ. ഇത് ചാത്തേ ബസ്തി. ഇതൊക്കെ പഴയ വീടുകളാണ്. ഓക്കെ. പഴയ വീടിൻ്റെ തറ, നമ്മുടെയൊക്കെ വീട് തടിയായിരുന്നു. പഴയ വീടിൻ്റെ തറ എന്ന് പറഞ്ഞാൽ ബാമ്പുവാണ്. അതും ബാമ്പു അല്ലേ? തറയും ബാമ്പുവാണ്. നമ്മളിപ്പോൾ പോകുന്ന ഗ്രാമം ഉണ്ടല്ലോ, നമുക്ക് നടന്നു പോകാൻ പറ്റുന്ന ഏറ്റവും ബോർഡർ ഗ്രാമങ്ങളിൽ ഒന്നാണ്. അതിനുശേഷം വേറെ ഗ്രാമമുണ്ടോ വെച്ചോ? ഇതിന് ശേഷം വേറെ ഗ്രാമമില്ല. ഇല്ല, വേറെ സൈഡോട്ടാണുള്ളത്. ഓക്കെ. പിന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡോട് പോയാൽ വേറെ വില്ലേജുണ്ട്. ഇന്ത്യയുടെ അവസാന ഗ്രാമങ്ങൾ ഇത്. ഇങ്ങനെയുള്ള കാടുകളിലൊക്കെ ഇന്ത്യയുടെ അവസാന ഗ്രാമങ്ങളുണ്ട് കേട്ടോ. നല്ല കുത്തനെയുള്ള കയറ്റമാണ്. പിന്നെ ഉണ്ടല്ലോ ഈ സനംറിയാങ്ങിലുള്ള ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, അവർ വേറൊരു പ്രത്യേക ട്രൈബിൽപ്പെട്ട ആളുകളാണ്. പുറിക് അല്ലേ? പുറോയിക്ക് എന്ന് പറയുന്ന ട്രൈബാണ്. അവരുണ്ടല്ലോ മെയിനായിട്ട് ഈ ബോർഡറുകളിൽ, പ്രധാനമായിട്ടും ഇൻഡോ ടിബറ്റൻ ബോർഡർ ഭാഗങ്ങളിൽ കാടിനുള്ളിൽ കഴിയുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ അവരെ കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. ഈ മലയെ നോക്കുമ്പോൾ ദാ അങ്ങ് അടിവാരത്തായിട്ട് നമ്മളുടെ ഡാമിൻ വില്ലേജ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇങ്ങനെ മല കയറി വരുമ്പോൾ ദാ ഈ മലയുടെ മേലേക്ക് വീടുണ്ട് കേട്ടോ. ആരോ റീസെൻ്റായിട്ട് മരിച്ചതെന്ന് തോന്നുന്നല്ലോ. മരിച്ചുവിടാ. ഓക്കെ. ഇവരെല്ലാം വീടിനോട് ചേർന്ന് തന്നെ കിടക്കും അല്ലേ? വീടിനോട് ചേർന്ന്. ഹലോ, രണ്ട് പിള്ളേരുണ്ട് ഇവിടെ. ഹലോ പായ് എന്ന് വെച്ചിട്ടുണ്ട് സുഖമാണോ എന്ന് ചോദിക്കുന്നതാണ് കേട്ടോ. മല കയറി വരുമ്പോൾ ഈ വീടിനോട് ചേർന്ന് നമ്മൾ കാണുന്ന ഈ ഒരു ഭാഗത്തെ പലചരക്കടയാണ് കേട്ടോ. ആരുമില്ല ഇവിടെയുള്ള വീട്ടിലുള്ള കുറച്ച് ആൾക്കാർക്ക് വേണ്ടി മാത്രം. ഇവിടെയൊക്കെ ഉണ്ടല്ലോ ഓറഞ്ച് ആവുന്ന ഏരിയയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വീടിനോട് ചേർന്ന് അത്യാവശ്യം ഓറഞ്ചുകളായി തുടങ്ങുന്നുണ്ട്. പക്ഷേങ്കിൽ സമയം എടുക്കും, ഒരു 1-2 മാസം എടുക്കും പഴുക്കാനായിട്ട്. ഗ്രാമങ്ങൾ അവസാനിച്ച് ഇനി അങ്ങോട്ട് കാടാണ് കേട്ടോ. വെറുതെ ഇരുന്ന് വീട്ടിൽ റെസ്റ്റ് എടുത്തതിൻ്റെ എല്ലാ ക്ഷീണമുണ്ട്. ശ്വാസം പൊട്ടിയിട്ട് പോയി കേട്ടോ. നല്ല കയറ്റം കുത്തനാടാ. മല കയറി എത്തിക്കഴിയുമ്പോൾ ഉണ്ടല്ലോ നല്ല തണുപ്പ് ഷെയ്ഡ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇരിക്കാം, കുറച്ച് നേരം കിടക്കാം, എന്നിട്ട് വേണമെങ്കിൽ പോവാം. നമ്മൾ കഴിഞ്ഞ ദിവസം കടിച്ച അട്ട ഉണ്ടെങ്കിൽ വിവേകം അറിയും കേട്ടോ. എന്നാ സുഖം, എന്നാ രസമാണ്.
താഴേന്ന് കയറി വരുമ്പോൾ ഉണ്ടല്ലോ അച്ഛൻ എന്നോട് പറഞ്ഞു വേണമെങ്കിൽ എനർജി ഡ്രിങ്ക് കുടിച്ചിട്ട് പൊക്കോ. ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ കൊക്കക്കോളയ്ക്ക് എതിരാണ്, ഞാനിതൊന്നും കുടിക്കാറില്ല എന്ന്. മല കയറി കുറച്ചെത്തിയപ്പോഴത്തേക്ക് ഇതാ റെഡ് ബോൾ. ഇതൊന്നും കഴിക്കാതെ ഇനി മല കയറാൻ പറ്റത്തില്ല. വെറുതെ അല്ല ഇവിടെയുള്ള ആൾക്കാർ ഈ എനർജി ഡ്രിങ്ക് കൂടുതൽ കഴിക്കുന്നത് കേട്ടോ. സമ്മതിക്കണം. പടയപ്പാ ഇനി വൺ എനർജി വാ മല കയറാം. ഇവിടെ ഈ ഒരു ഗ്രാമത്തിൽ എത്ര 10ഓളം കുടുംബം ഉണ്ടോ അച്ഛാ? എത്ര ഫാമിലി ഉണ്ട്? 11 ഫാമിലിയാണ് കേട്ടോ ഈ കാടിനുള്ളിൽ താമസിക്കുന്നത്. നല്ല കാട്ടരുവിയൊക്കെ ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് വെള്ളമെല്ലാം കുടിക്കാം. കുളിക്കേണ്ടവർക്ക് വേണമെങ്കിൽ കുളിക്കുകയൊക്കെ ചെയ്യാം. നൈസ്. ഇവിടെ ഈ കാടിൻ്റെ ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ മിതുമോനല്ല മിതുമോളാണ് കേട്ടോ. ഭയങ്കര ഏറ്റവും ഞാൻ വരുമ്പോൾ കാണിച്ചു തന്നില്ലായിരുന്നു നിങ്ങളെ. ഭയങ്കര സാധുവായിട്ടുള്ള ജീവിയാണ്. കണ്ടിട്ടുണ്ട് ഒരു കാട്ടുപോത്തിൻ്റെ ലുക്കൊക്കെ ഉണ്ടെങ്കിലും ആൾ പാവാ. ഇങ്ങനെ നോക്കി വെക്കും നമ്മളെ. ഇവിടെ നിന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മൾ ഇത്രയും നേരം വന്ന വഴികൾ, നമ്മളുടെ ഡാമിൻ വില്ലേജ്, നമ്മൾ കയറി വന്ന കാട്, ഈ ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ നമ്മൾ കയറി വന്നത് ഒക്കെ നമുക്ക് കാണാൻ പറ്റുമേ. വാവ്. ഈ ഒരു കാടിൻ്റെ ഭാഗത്തുണ്ടല്ലോ നല്ല കറുത്ത മണ്ണുകളാണ് കേട്ടോ. ആരും ഇതൊരു കൃഷി ചെയ്യാത്ത മണ്ണേ. അങ്ങ് ദൂരമായിട്ട് മേഘം മൂടി നമുക്ക് നമ്മളുടെ മലനിരകൾ കാണാൻ പറ്റും. ഒക്കെ വലിഞ്ഞേറാനുള്ളതാണ് ഇനി. കാട്ടിൽ കൂടി പോകുമ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ ഉറവെ നമുക്ക് നല്ല തണുത്ത വെള്ളം കിട്ടും കേട്ടോ. അതിങ്ങനെ മുഖത്തെ കൂടെ ഒഴിച്ചാൽ തന്നെ നമുക്ക് നല്ല റീഫ്രഷ്മെൻ്റ് ആകും. വാ, വീണ്ടും ഒരു മല നമ്മളിതാ ഇറങ്ങുവാണ്. ഇറങ്ങിയിട്ട് വേണം അടുത്ത മലയിലേക്ക് കയറാനായിട്ട്. ഇനി ഒരു മല കൂടി ഉണ്ടല്ലോ അച്ഛാ കയറാനായിട്ട്. സിമ്പിൾ. അടുത്തൊരു 1 മണിക്കൂർ കൂടി. ഇവിടെ ഈ മലഞ്ചെരിവിൽ കാണുന്ന ഇവരുടെ കരനെല്ലിൻ്റെ കൃഷിയാണ് കേട്ടോ. മല ഇറങ്ങി നമ്മൾ നേരെ താഴോട്ടേക്ക് ഒരു കാട്ടരുവിയിലോട്ടാണ് വരുന്നത്. നല്ല കിടിലം പോലത്തെ തണുത്ത വെള്ളമുള്ള ചെറിയ കുഞ്ഞരുവിയെ. വാ, നല്ല നിൽക്കട്ടെ. പാലത്തെ ഒന്ന് അങ്ങടാ ഒന്ന് ഇങ്ങടാ വീണ ഇന്ന് നമ്മൾ കുളിക്കേണ്ടി വരും കേട്ടോ. വീണ്ടും മലകയറ്റമാണ്. ഇനി ഒരു മല കൂടി കയറി ഇറങ്ങി അടുത്തൊരു മല കൂടി കയറാറുണ്ട്. കാട്ടിലൂടെയുള്ള നടത്തം അവസാനിക്കുന്നില്ല, തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ നോക്കുമ്പോൾ വേറെ രസമുണ്ട്. എന്താ ആ മലയുടെ അങ്ങേയറ്റത്ത് ആ ഒരു ഭാഗത്തൊക്കെ വീടുണ്ട്. അവിടെ 2 വീടാണ് ഉള്ളത്. അവരും അവരുടെ കൃഷിയിടങ്ങളൊക്കെയാണ് കേട്ടോ ഇപ്പുറം കാണുന്നത്. എൻ്റെ അമ്മേ, സമ്മതിക്കണം ഇവരെ. നമ്മുടെ വലതുഭാഗത്തുണ്ടല്ലോ ഇത് അഗാധമായ കൊക്കയാണ് കേട്ടോ താഴോട്ടേക്കുള്ളത്. താഴോട്ട് പോയ ഒരു പൊട്ടി പോലും കിട്ടത്തില്ല. അങ്ങ് ദൂരെയായിട്ട് മലയുടെ മേലെയായിട്ട് നമുക്ക് എത്തിച്ചേരേണ്ട വില്ലേജ്, അവരുടെ കൃഷിയിടം, അവരുടെ വീടിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷേങ്കിൽ നമുക്കങ്ങനെ ഈസിലി കയറി പോകാൻ പറ്റത്തില്ല. ഇവിടെ നിന്ന് ഇനി മല ഇറങ്ങി താഴെ എത്തി അവിടെ നിന്ന് പുഴ കടന്നു വേണം കേട്ടോ മേലോട്ട് കയറാനേ. ഫൈനലി നമ്മളുണ്ടല്ലോ ഇതാ മല കയറി. ഇന്ത്യയുടെ മാപ്പിൽ പോലും ഇല്ലാത്ത, ഇവൻ ഗവൺമെൻറ്റിന് പോലും ഐഡിയ ഉണ്ടോയെന്ന് അറിഞ്ഞൂടാ, ഇന്ത്യ ചൈന ബോർഡറിലുള്ള സോനംപ്രിയാഗ് എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് കിതച്ച് വന്ന് എത്തിച്ചേർന്ന് കേട്ടോ. ഇവിടെ ഒരു കുഞ്ഞു വീടുണ്ട്. അപ്പോൾ വീട്ടിൽ കയറി കുറച്ച് നേരം വെള്ളമെല്ലാം കുടിച്ച് ഒന്ന് വിശ്രമിക്കട്ടെ. നമസ്തേ. അലപ്പായ സുഖമാണ് എന്നാണ് കേട്ടോ. 2 പിള്ളേരൊക്കെ ഉണ്ട്. ഹലോ. ഞാൻ കുറച്ച് ഇരിക്കട്ടെ. നമുക്ക് ഇവിടെ വന്ന പാടെ ഇവരുടെ മോക്കും, അതായത് നമ്മുടെ കുക്കുംബർ സാധനമല്ലേ, അതൊക്കെ കട്ട് ചെയ്ത് തന്നു. ഇതൊക്കെ കഴിക്കുമ്പോണ്ടല്ലോ ഇപ്പം ഭയങ്കര വൻ ടേസ്റ്റ് കേട്ടോ. എന്നാ ടേസ്റ്റാ. പച്ചവെള്ളമൊക്കെ വന്ന് കുടിച്ചപ്പോഴത്തേക്കും ഇതുപോലെ കക്കിരിക്ക പോവും മലയാളമേ. നമുക്കുണ്ടല്ലോ ഇനി ഇവരുടെ വീട് എന്താ പറയുക, അതെല്ലാം കഴിച്ച് നല്ലൊരു എനർജി വന്നു. ഇവരുടെ വീട്, ഇവരുടെ നാടൊക്കെ ഒന്ന് കാണാം. പുറോയ്ക്ക് എന്ന് പറയുന്ന ഒരു ട്രൈബൽ വിഭാഗമാണ് ഇവരെന്ന് ഞാൻ പറഞ്ഞല്ലോ. അന്നേരം ഇതുപോലുള്ള നമ്മളുടെ ആ ഒരു ബേസിൻ്റെ മേലെയാണ് ഇവരുടെ വീട് ഇവർ പണിതേക്കുന്നത്. കയറി വരുമ്പോഴത്തേക്കും നമസ്തേ ഇതുണ്ടോ
खाना बना रहे अच्छा बढ़िया സബ്ജി ഓക്കെ. ഇങ്ങനെയാണ് വീടിൻ്റെ ഒരു കൺസ്ട്രക്ഷന്. നമ്മളുടെ നാഗാലാൻഡിലൊക്കെ കണ്ട വീടുകൾ വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് കുറച്ചും കൂടി ഒരു സെപ്പറേഷൻ വരുന്നുണ്ട്. ചതുരത്തിലാണ്, വലിയൊരു ഹാള് പോലെയാണ് ഇത് വന്നേക്കുന്നത്. അതിൻ്റെ സെൻട്രലായിട്ട് ഇവിടെയാണ് അടുപ്പിരിക്കുന്നത്. ക്യാ ബനരേ? ആ മുറുകി നമ്മളുടെ ചിക്കൻ്റെ ഇത് കറി വെക്കുന്നുണ്ട്. നമ്മൾ വന്ന പ്രമാണിച്ച് സ്പെഷ്യലാണ് കേട്ടോ. എന്തായാലും അടിപൊളിയായി. ഇത് 2 കുട്ടികളുണ്ടൊക്കെ ഇവിടെ ഉണ്ടല്ലോ. പിന്നെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു, ഇത്രയും അറ്റത്താണെങ്കിൽ ഇവിടെ കറണ്ടുണ്ട്. അതുപോലെ തന്നെ ഹലോ ചുട്ടി ടി വി ആയി, കൊച്ചു ടി വി. ഓ ഇവിടെ ഇത് തന്നെയാണ് കേട്ടോ. നൈസ്. ഇവിടെ പിന്നെ നമുക്ക് സാറ്റലൈറ്റ് TV കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൊബൈലിന് റേഞ്ച് കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇതുണ്ടോ, ഇവിടെ ഒരു സെപ്പറേറ്റ് ഇവർക്ക് ഒരു റൂം, കിടക്കാനുള്ള റൂം ഇവർ സെപ്പറേറ്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇവിടെ റൂമുണ്ട്. പിന്നെ തണുപ്പ് കാലത്ത് ഈ ഒരു മേഖല മെയിനായിട്ട് മഞ്ഞ് പെയ്യുന്ന ഏരിയ ആണ് കേട്ടോ. എന്താ പിന്നെ താഴെ ഭാഗത്ത് നമ്മളുടെ അവിടെയൊക്കെ ഡാമിലൊക്കെ നമ്മൾ പലക കണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും അവൈലബിൾ ഉള്ളത് ബാമ്പു ആണ്. അതുകൊണ്ട് തന്നെ ബാമ്പു കൊണ്ടാണ് ഇതിൻ്റെ ബേസ് ഉണ്ടാക്കിയേക്കുന്നത്. എന്താ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് നമ്മൾ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ബാൽക്കണി പോലത്തെ സെറ്റപ്പാണ്. ഇതുണ്ടോ, ഇവിടെ നമ്മളുടെ ഇവരുടെ കരകൃഷി, നെല്ലിൻ്റെ കൃഷി നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇതാ ഒരു ഭാഗത്തൊക്കെ അതെല്ലാം വീടുകളാണ്. അവിടെയും അവർക്ക് അവരുടെ കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് കേട്ടോ ലാസ്റ്റ്. ഇനി അങ്ങോട്ട് ഞാൻ ഫ്രണ്ടിലോട്ട് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. ഇതാ ഒരളൊക്കെ ഉണ്ട് കേട്ടോ, മരത്തിൻ്റെ ഒരള. ഇവർ ഇത് പൊടിക്കാനും അരി പൊടിക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട്. ഇവിടെ ഈ ഒരു ഭാഗത്ത് ഇവരുടെ ഫാമിലിയുടെ കുറച്ച് ഫോട്ടോസൊക്കെ. ഈ ഒരു ഭാഗത്ത് മുഴുവൻ പെൺകുട്ടികളൊക്കെയും ഇവിടെ ഉണ്ട് കേട്ടോ. ഇവരാകെ ഒരു 10 ഫാമിലി എവിടെയുള്ളത്? 10. അച്ഛാ, അത് ബിഷപ്പ് ഇവിടെ വന്നപ്പോൾ ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് എടുത്ത ഫോട്ടോയാണ്. അച്ഛാ ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇതാ ഞാൻ കാണിച്ചു തരാം. നിങ്ങളിങ്ങനെ വന്നിട്ട് ഇതാ നടന്ന് വീടിൻ്റെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞിട്ട് ഇത് ഈ മലനിരകളൊക്കെ കണ്ടെങ്കിൽ ഈ ഒരു മലനിരകളൊക്കെയും മഞ്ഞ് പെയ്യുന്ന ഏരിയയാണ്. മഞ്ഞുകാലത്ത് മഞ്ഞ് പെയ്യും ഇവിടെ. ഒരു നവംബർ മുതൽ അങ്ങോട്ടേക്ക് മഞ്ഞ് പെയ്യും. പിന്നെ ഇതുണ്ടെങ്കിൽ ഇവിടെയുള്ള ഒരു മലയുടെ ഭാഗം, ഈ ഒരു മലയുടെ ഭാഗം കടന്ന് അപ്പുറത്തെ സൈഡിലേക്ക് ചൈനയാണ് കേട്ടോ വരിക, ചൈനയുടെ സൈഡ്. അവിടെ ആ ഒരു ഭാഗത്തൊക്കെ മഴ പെയ്യുന്നുണ്ട് ചെറുതായിട്ട്. ഇതാണ് ഇന്ത്യയുടെ ഏറ്റവും അവസാനത്തിലുള്ള ഗ്രാമം. ഞാൻ കയറി വന്നപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഗൂഗിൾ മാപ്പിൽ പോലും ഈ ഒരു ഗ്രാമം ഒന്നും അടയാളപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് മാപ്പിലൊക്കെ ഇട്ടിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നടക്കുന്നില്ല ഫാദർ, ഒന്നും നടക്കില്ല. ഇങ്ങനെ അറിഞ്ഞ് കേട്ട് നമ്മൾ തന്നെ തപ്പിപ്പിടിച്ച് വരണം കേട്ടോ. ഫാദർ ആദ്യമായിട്ട് ഇങ്ങോട്ട് എപ്പോഴെത്തുന്നത്? ആദ്യമായിട്ട് എത്തുന്ന ഒരു 2 വർഷം മുമ്പ് ഇങ്ങോട്ട് സനംബിയാങ്ങോട്ട് ആദ്യമായിട്ട് എത്തുന്നത്. ഇങ്ങോട്ട് വരുന്നത് ഒരു ക്രിസ്മസ് കാലത്ത്, ക്രിസ്മസ് കുർബാന മാസ് ചെല്ലാനൊക്കെ ആയിട്ടും ക്രിസ്മസ് കരോൾ നടത്താനും വേണ്ടിയൊക്കെയായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ആദ്യമായിട്ട് ഇങ്ങോട്ട്. ഇവിടെ ഈ നമ്മളുടെ ഇപ്പൊ നിഷി അവര് വെച്ച് നോക്കുമ്പോൾ ഇവിടെയുള്ള ആളുകളുടെ പ്രത്യേകത എന്താ? ഇവര് പുറൈക് വംശരാണ്. പുറൈക് അല്ലെങ്കിൽ സുളും വംശരെന്ന് പറയും. ഇവര് കുറച്ചും കൂടെ കാട്ടിൽ ബേസ് ചെയ്ത് ജീവിക്കുന്നവരാണ്. അതായത് വേട്ടയ്ക്ക് പോകുന്ന, അതായത് കാട്ടിലെ വിഭവങ്ങളെ ശേഖരിച്ച് അങ്ങനെ ജീവിച്ച ഒരു വിഭാഗമായിരുന്നു പുറൈക് വംശർ അല്ലെങ്കിൽ സുളും വംശർ. പിന്നെയാണ് ഇപ്പോഴാണ് പതുക്കെ അവർ പുറലോകമായിട്ട് പതുക്കെ അങ്ങോട്ട് പുറലോകത്തോട്ട് വരാൻ തുടങ്ങിയത്. പുറലോകത്തെ വർക്കുകളൊക്കെ ചെയ്യാനാണ് തുടങ്ങിയത്. അല്ലെങ്കിൽ ഇവര് നിഷിയിൽ നിന്നും കുറച്ചും കൂടെ മാറി ഇവർക്ക് സ്വന്തമായിട്ട് ലാംഗ്വേജ് ഒക്കെ ഉണ്ട്. പുറൈക് ലാംഗ്വേജ് സെപ്പറേറ്റ് ഉണ്ട്. അപ്പോൾ ഇവർക്ക് നിഷിയൊക്കെ അറിയാം. എന്നാൽ പോലും ഇവർക്ക് സ്വന്തമായിട്ട് ലാംഗ്വേജ് ഉണ്ട്. പിന്നെ ഇവിടെയുള്ളവരെ ചിലരിങ്ങനെ ഈ നിഷി ട്രൈബുകാരുള്ളവരെ ദത്തെടുത്ത് ഇവരുടെ കുട്ടികളൊക്കെ അവരുടെ വീട്ടുകളിൽ കൊണ്ട് ദത്തെടുത്ത് വളർത്തുന്ന ഒരു സിസ്റ്റം ഒക്കെ ഉണ്ട്. ഇപ്പോൾ അതൊക്കെ കുറഞ്ഞു. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴും ഒത്തിരിയേറെ പല സ്ഥലത്തും ഇങ്ങനെ കാടിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു വില്ലേജ് പോലെ ഇവർ ഒത്തിരിയേറെ, പ്രത്യേകിച്ച് ഈ ടിബറ്റൻ ബോർഡർ സൈഡുമായിട്ട് കാടിനുള്ളിലാണ് ജീവിക്കുന്നത്. നമ്മൾ നോർത്ത് ഈസ്റ്റ് മേഖലയിലൊക്കെ മെയിനായിട്ട് കാണുന്ന ടൈപ്പ് അടുപ്പിൻ്റെ സെറ്റപ്പാണ് ഇവർക്ക്. പ്രധാനമായിട്ട് ഇവിടെ ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് ഡൗൺ ആകുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ട് ഇവർക്ക് അതിൻ്റെ ചുറ്റും കൂടി നിന്ന് വർത്താനൊക്കെ പറഞ്ഞ് ആ ഒരു ചൂടൊക്കെ കിട്ടും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതി ഇവർ പണ്ട് മുതലേ പിന്തുടർന്നു വരുന്നത്. ലോകത്തിൻ്റെ ഏത് മൂലയ്ക്കാണെങ്കിലും പിള്ളേർക്ക് കാർട്ടൂൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൻ ഇൻട്രസ്റ്റ് ആയിരിക്കും. നോക്കി ഞങ്ങൾ ഞാനും ഇവരുടെ കൂടി ഇതാ കാർട്ടൂൺ കാണുവാണ്. ശരിക്കും ഉണ്ടല്ലോ, വീട്ടിൽ വന്നിട്ട് നമ്മുടെ ധ്രുവലിൻ്റെയും ഭയങ്കര ഫേവറേറ്റ് സാധനമാണ് ഈ കരടി കാർട്ടൂൺ ആണ് കേട്ടോ. ഇവരുടെ കുട്ടി അടുക്കളയുടെ ഭാഗങ്ങൾ ഇതെല്ലാം നല്ല കപ്പും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിൽ അടുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ടോട്ടൽ 3 പിള്ളേരുണ്ട്. മൂന്നാമത്തെ ആൾ ഇതാ ഇപ്പോൾ എണീറ്റ് കരച്ചിലൊക്കെ കഴിഞ്ഞ് ഹലോ
3 കേട്ടോ, 5 പേരുണ്ട്. 2 പേര് താഴെ ഹോസ്റ്റലിൽ നിന്ന് സ്കൂളിൽ നിന്ന് പഠിക്കുന്നുണ്ട് കേട്ടോ. മറിയം ഇനിയിപ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഭക്ഷണം ഇവിടെ നിന്ന് കഴിക്കാം. ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ഗ്രാമം കാണാനായിട്ട് ഇറങ്ങാവേ. നമ്മളുണ്ടല്ലോ നമ്മുടെ നാട്ടിലുള്ള പോലെ നിലത്തിരുന്ന് മറ്റേ കൊരണ്ടിപ്പലകയൊക്കെ ഇട്ടിരുന്ന് നമുക്ക് ആ ഒരു ട്രഡീഷണൽ രീതിയിൽ തന്നെ ഭക്ഷണം കഴിക്കാം. ചോറും അതുപോലെ തന്നെ നമ്മൾ വന്നപ്പം കോഴീനെ ഇവർ തട്ടിയതാണ് കേട്ടോ. നമ്മൾ വന്നത് പ്രമാണിച്ച് ഭക്ഷണത്തിനൊക്കെ ശേഷം ഉണ്ടല്ലോ ഫുൾ എനർജി, ഫുൾ പവർ, ഇവരുടെ കരനെല്ലിൻ്റെ എനർജി. ഇനിയിപ്പോൾ ജസ്റ്റ് നമുക്ക് ഇവരുടെ മേളത്തെ ഗ്രാമത്തിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാം. കയറി വന്നപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ ഒരു എനർജി ലോസ്? തിരിച്ച് പിടിച്ചിരിക്കണോ? നമ്മളിവിടെ കാണുന്ന ഈ ഒരു മലകളെ ഉണ്ടോ, ഈ ഒരു മല വഴി ഇങ്ങനെ നടന്നിട്ട് ഒരു 2 ദിവസമൊക്കെ നടന്നിട്ടാണ് ഇവിടുത്തെ ഈ ആർമിക്കുണ്ടല്ലോ, ചൈനയുടെ ബോർഡർ സൈഡിൽ ആർമിയുടെ പോസ്റ്റ് ഉണ്ട്, അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങോട്ടൊക്കെ സാധനങ്ങളൊക്കെ ആണെങ്കിലും ചുമന്നാണ് കേട്ടോ കൊണ്ടുപോവുക. ടോട്ടൽ എത്ര വീടാണ്? 10 വീട് അല്ലേ? ടോട്ടൽ 10 വീടാണുള്ളത്. ഇവിടെയുള്ള ആൾക്കാർ ഇത് അങ്ങോട്ടൊക്കെ വിളിക്കുന്നുണ്ടല്ലോ, ഇവിടുന്ന് പ്രത്യേക ഒരു സൗണ്ടിൽ ഓ ആ രീതിയിൽ വിളിക്കും. അപ്പോൾ അവിടെ നിന്നുള്ള ആൾക്കാർ പുറത്തിറങ്ങും കേട്ടോ. കമ്മ്യൂണിക്കേഷനൊക്കെ ഭയങ്കര രസമാണ് ഈ ഒരു മേഖലയിൽ. ഇത്രയും മലയുടെ മേലെ താറാവൊക്കെ ഉണ്ടല്ലേ. അവിടെ നിന്നുണ്ട് ആ ചേച്ചിയെ പിള്ളേരെ അവർ കളിക്കാൻ വേണ്ടി പോയതാണ്. പിള്ളേരെയൊക്കെ തൂക്കി പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരും ഇല്ല എന്ന് പറയുന്നത് വെറുതെ അല്ല കേട്ടോ. മലയൊക്കെ കയറ്റി കൊണ്ടുവരുന്നുണ്ടല്ലോ ഇങ്ങനെ. ഇതൊക്കെ ഉണ്ടല്ലോ ഓരോ മലയുടെ അവിടെ തന്നെ ഇതുണ്ട് നിങ്ങൾ 1, 2, അത് കഴിഞ്ഞ് തൊട്ടിപ്പുറത്താ അതാ 3 ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട് കേട്ടോ. അല്ല ഇപ്പം ഈ വീടുണ്ടല്ലോ അത്യാവശ്യം കുറേ കൂടി ഹൈറ്റിലാണ്. അത് അതിൻ്റെ ഇടയിലൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. ഇത് അവിടെ ഉണ്ട് കേട്ടോ അവർക്ക് കൃഷിയെ. കുറേ വർഷങ്ങളായിട്ട് ഇവരൊക്കെ ഉണ്ടല്ലോ വർഷങ്ങളായിട്ട് ഈ ഒരു മേഖലയിൽ താമസിക്കുന്ന ആളുകളാണ്. ഇവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് പറയുന്നത് കൃഷിയാണ്. പിന്നെ ഇപ്പം റോഡുകളുടെ വർക്ക് നടക്കുമ്പോൾ ഇവർ കുറേ ആൾക്കാരും ഗൾഫിലൊക്കെ വർക്കിന് പോകുന്നുണ്ട്, റോഡ് പണിക്ക് പോകുന്നുണ്ട്. നമ്മൾ വരുന്ന വഴിക്കൊക്കെ കുറേ ആളുകൾ കണ്ടില്ലേ. അതല്ല ഇവിടെ നിന്ന് ഇങ്ങനെയുള്ള പല ഗ്രാമങ്ങളിൽ നിന്നുമുള്ള ആളുകളുണ്ട്. ഇതാണ് നമ്മളുടെ ദീദിയുടെ കൊച്ച്. ഞാൻ വരുന്ന വഴിക്ക് കാണിച്ചു തന്നില്ലേ ഏലത്തിൻ്റെ ഇത്. ഇവർക്കിവിടെ ഏലത്തിൻ്റെ കൃഷിയുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ഏലം വെച്ച് നോക്കുമ്പോൾ ഇത് വ്യത്യാസമുള്ളൊരു ടൈപ്പാണ്. ഒരു കറുത്ത കളറ്, നല്ല വലിപ്പമുണ്ട്. സ്മെല്ലുണ്ടോ? ഇല്ല, ഇതെങ്ങനെയാണ് ഏലമുള്ളത്. പക്ഷേ ഏലത്തിൻ്റെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ ഏലമായിട്ട് പ്രത്യേകിച്ച് യാതൊരു തരം ബന്ധവുമില്ല. പക്ഷേങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ കളറിലുള്ള ഏലം ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഒരു പുളിയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ. ശരിക്കും ഇവർ ഇതിന് ഏലം എന്ന് പറഞ്ഞിട്ട് അല്ല, വേറെ വല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യണം. ഇതിൻ്റെ ഉള്ളിലെ വന്നിട്ട് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലെ കായില്ലേ, ഈ കായ്ക്ക് വന്നിട്ട് നമ്മുടെ ഏലത്തിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. പക്ഷെ അതിൻ്റെ പുറത്തെ ഒരു സാധനത്തിനൊക്കെ ഒരു പുളി മധുരമൊക്കെ ഉണ്ട്. നൈസ്. ഇവിടെ നമ്മുടെ ഗ്രാമത്തിൻ്റെ അതിർത്തിയായി, ഗ്രാമാതിർത്തി വന്നു. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് താഴോട്ടേക്ക് ഈ ഒരു നിരന്ന ഭാഗത്താണ് കേട്ടോ ഇവരുടെ വീടുകളൊക്കെ ഉള്ളത്. നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നില്ല ഒറ്റപ്പെട്ട 2 വീടുകൾ. ഇതാ അവിടെയാണ് അവരുള്ളത്. എൻ്റെ ദൈവമേ, അവർക്കൊന്ന് പുറലോകത്തോട്ട് വരന്ന് വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അവർ പാടുപെടും. വർത്താനം കേട്ട ഒരു അതിഥി ഇതാ അവൻ്റെ മുഖം കാണിക്കാൻ വേണ്ടിയിട്ട് എത്തി നോക്കി വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തുണ്ടല്ലോ ആദ്യം ഇവരൊക്കെ അരിയൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് വളരെ ചുരുക്കമായിട്ടേ ഉള്ളൂ. ഇതിനു മുമ്പ് ഈ മലയുടെ മേലെ ഈ അരി ഇല്ലാത്ത സമയത്ത് ഇവർ മറ്റൊന്നല്ല കഴിച്ചുകൊണ്ടിരുന്നത്. മറ്റൊന്ന് കഴിച്ചാൽ ഒരു മരമുണ്ട്. മരം ഇങ്ങനെ ചീകി അത് പൊടിച്ച് വറുത്തെടുത്ത് അതാണ് കഴിച്ചിരുന്നത്. തസ്സയെന്നല്ലേ. അങ്ങനെ ഇന്ത്യയുടെ ഏറ്റവും എൻഡിൽ വന്ന് ഈ ഒരു ഗ്രാമങ്ങൾ കാണാൻ പറ്റിയ സന്തോഷത്തിൽ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു കാഴ്ചകളാണ് കേട്ടോ ഇത്. നമ്മൾ തിരിച്ച് ഇനിയിപ്പോൾ ഇറങ്ങാം. നിങ്ങൾ കണ്ടതല്ല നമ്മളുടെ ആ ഒരു വന്ന വഴിയൊക്കെ. ഇരുട്ടാകുന്നതിന് മുമ്പ് കാട് വഴി തിരിച്ച് പോയില്ലെങ്കിൽ കാട്ടിലെ മൃഗങ്ങൾ, ഇവിടെ വലിയ മൃഗങ്ങളൊന്നും ഇല്ല, ഉള്ള മൃഗങ്ങളൊക്കെ ഇവർ ഒന്ന് തിന്നു കഴിഞ്ഞു കേട്ടോ. എന്നാലും നമുക്ക് പിന്നീട് ഇറങ്ങിപ്പോകാൻ പറ്റില്ല. അപ്പോൾ വായോ നമുക്കിനിയിപ്പോൾ താഴോട്ടേക്ക് നടക്കാവേ. നമ്മുടെ ഇന്ത്യയിൽ ഇതുപോലുള്ള സ്ഥലങ്ങളുണ്ടെന്നും ഇതുപോലുള്ള ആളുകളുണ്ടെന്നും ഉള്ളതൊക്കെ ഇങ്ങനെ ഉള്ളിലേക്ക് കയറി വന്നാൽ മാത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ.
പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മേഖലയിൽ പണ്ട് കാലത്തൊന്നും നമ്മളുടെ ഇന്ത്യ മഹാരാജ്യം രൂപീകരിച്ച സമയത്തൊന്നും ഇവർക്കൊന്നും അറിയത്തില്ലായിരുന്നു ഇവർ ഏത് രാജ്യമാണ്, എന്തിൻ്റെ കീഴിലാണ് വരുന്നത്, അങ്ങനെ ഒന്നുമില്ല. ഇവരാരും അങ്ങനെ പുറലോകമായിട്ട് മിങ്കിളും ചെയ്യാത്ത ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഗവൺമെൻറ് അതോറിറ്റികൾക്കൊന്നും ഇവരെ താഴോട്ടേക്ക് അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് എത്തിക്കാനോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റേതായ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കാര്യങ്ങൾ ഇവരിലേക്ക് എത്തിക്കാനോ ഉള്ളത് പറ്റിയിട്ടില്ലായിരുന്നു. അതിന് ശേഷമാണ് ഇന്ത്യ അങ്ങനെ നമ്മളിങ്ങനെ രൂപീകരിച്ച് ഒരുമിച്ച് ആക്കി കൊണ്ടുവരുന്ന സമയത്താണ് മിഷനറീസ് പ്രവർത്തകരായിട്ടുള്ള ആളുകളെ ഈ ഒരു ഭാഗങ്ങളിലോട്ടൊക്കെ അലോക്കേറ്റ് ചെയ്തത്. അവർ വന്ന് ഇവർക്ക് എഡ്യൂക്കേഷനൊക്കെ കൊടുത്ത് ആണ് ഇവരെ ഇങ്ങനെ എന്താ പറയുക, നമ്മളിങ്ങനെ ഒരു രാജ്യമുണ്ടെന്നും നമ്മൾ ഈ ഒരു രാജ്യത്തിൻ്റെ ഭാഗങ്ങളാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവരെ അറിയിച്ച് കൊണ്ടുവരുന്നത്. ദങ്ങ് അവിടെയായിട്ട് ഈ ഗ്രാമത്തിലുള്ള എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു പള്ളി പണിയുന്നുണ്ട്. ആ പള്ളിയുടെ പണി ഇതവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇതിനുള്ള സാധനങ്ങളൊക്കെ താഴേന്ന് ചുമന്നാണ് കേട്ടോ കൊണ്ടുവരുന്നത്. ബൈ ബൈ, സീ യു, ടാറ്റാ. നോ ടാറ്റാ, ടാറ്റാ, ബൈ ബൈ. അനിയത്തിക്ക് ഭയങ്കര നാണക്കാരിയാണ് കേട്ടോ. എന്തായാലും വെച്ചാൽ പോവല്ലോ നമ്മള്. ഇനിയിപ്പോൾ വീണ്ടും നമ്മൾ വന്ന മലയെല്ലാം കൂടി ഇറങ്ങണം കേട്ടോ. മൈ ഗോഡ്, ഇറങ്ങണം മാത്രമല്ല കയറാനും ഉണ്ട് കേട്ടോ. നമുക്കിനിയിപ്പോൾ ഉണ്ടല്ലോ, ഞാൻ വരുമ്പോൾ പറഞ്ഞില്ലായിരുന്നു ഹുരി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിനെ പറ്റിയിട്ട്. അതായത് ഇന്ത്യ അവസാനം വരെ റോഡ് വെട്ടി ഉണ്ടാക്കിയേക്കുന്ന ആ ഒരു ഗ്രാമഭാഗത്തിലേക്ക് അങ്ങോട്ടൊക്കെ അല്ലേ നമ്മൾ പോകുന്നത്. ഹുറിയിലേക്കാണ് ഇനി പോകുന്നത് കേട്ടോ. വായോ, നടക്കണം ഇനി ഒരുപാട്. ആപ്കാ നാം ക്യാ ഹൈ ഭയ്യ? ഹാ, ഓക്കെ. ഭയ്യ ഉണ്ടല്ലോ, ഇവിടെ നമ്മളുടെ പള്ളിയില്ലേ, പള്ളി പണിയാനായിട്ട് വന്നതാണ്, മേസ്തിരിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വർക്ക് കഴിഞ്ഞു, ഇനിയിപ്പോൾ റിട്ടേൺ പോവുകയാണ്. താഴേന്ന് വർക്കെല്ലാം പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ അലേപ്പായി അലേപ്പ. ഓക്കെ, അരിയായിട്ട് ഇതുണ്ടെങ്കിൽ അരിയായിട്ട് ഒരു മേലോട്ടേക്ക് കയറി പോവാണ് കേട്ടോ. ജോൺ എന്നാണ് പേര്, ജോന. ഹലോ, ഹായ്. പിള്ളേരെല്ലാം താഴെ ഹുറിയിൽ നമ്മളിനിയിപ്പോൾ പോകാൻ പോകുന്ന സ്ഥലത്ത് ക്ലാസ് ഉണ്ട്, സ്കൂളുണ്ട്. അപ്പോൾ പിള്ളേർ പുഴയിലൊക്കെ നീന്തിയിട്ടൊക്കെ വരുന്നല്ലേ, നനഞ്ഞിട്ടുണ്ട് എല്ലാവരും. അപ്പോൾ സ്കൂള് വിട്ടിട്ട് പിള്ളേർ തിരിച്ച് കാടിലേക്ക് കൂടി നടന്ന് ഇതാ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. ടാറ്റാ. അവശ്യ സാധനങ്ങളൊക്കെ കണ്ടില്ല നിങ്ങൾ, ഇവരിങ്ങനെ തലച്ചുമടായിട്ട് ഇതുണ്ട് അവിടെ നിന്ന് അവർ കൊണ്ടുവരുന്നത്, ഇങ്ങനെ തലയിൽ ചുമടായിട്ട് കയറ്റി കൊണ്ടുവരികയാണ് കേട്ടോ ചെയ്യുന്നത്. നെയ്പടായ കൊച്ചു, എല്ലാവരും കൊച്ചു നെയ്പടായ എന്നാണ് കേട്ടോ പറയുന്നത്. അരിയാ കണ്ട കുഞ്ഞു കൊച്ച്, അവൻ പുറത്ത് ഇതാ വീട്ടിലേക്കുള്ള അരി സാധനങ്ങളൊക്കെ കയറ്റിക്കൊണ്ടുവരികയാണ്. ഇത്രയും നേരം നമ്മളെ കാത്തിരുന്ന് മടുത്ത് ഇതാ മീനുക്കുട്ടി ഇവിടെ തന്നെയുണ്ട്. ഇനിയിപ്പം മീനുക്കുട്ടിയുടെ മേലെ വന്ന വഴി അത്രയും വളരെ അഡ്വഞ്ചറായിട്ട് ഓടി വേണം നമുക്ക് മെയിൻ റോഡിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് കേട്ടോ. നിലത്ത് വീണ് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങാൻ പറയാം. വലിയ കാലം ഉണ്ടല്ലോ, അതാണ് എൻ്റെ ഒരു കോൺഫിഡൻസ്. തിരിച്ചു പോകുന്ന പോക്കിലുണ്ടല്ലോ, അതാ ഈ ഒരു പുഴയുടെ സൈഡിലായിട്ട് നമുക്ക് വേണ്ടി ഒരു കാഴ്ചയുണ്ട്. ചാടിക്കടന്ന് വേണം പോവാൻ. നല്ല കിടിലം പോലത്തെ തണുപ്പും അത്യാവശ്യം നല്ല വെള്ളമുള്ള നമ്മളുടെ സനം പ്രിയാഗ്. ഇനി വെള്ളച്ചാട്ടത്തിനൊന്നും പേരില്ല, ഇനിയിപ്പോൾ നമ്മളെപ്പോലുള്ള ആൾക്കാർ വന്നിട്ട് വേണം പേരിടാൻ വേണ്ടിയിട്ട് കേട്ടോ. സോ നമുക്കൊരു പേരിടാം, സനം പ്രിയാഗ് വാട്ടർഫാൾ. വാട്ടർഫാളിയാ. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറി വരാവേ. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കേവിൻ്റെ അവിടെ നിന്ന് ഇതാ വെള്ളച്ചാട്ടത്തിൻ്റെ മേലെ ഭാഗം കാണാൻ പറ്റും കേട്ടോ. ഇതുപോലെ ഉണ്ടല്ലോ ഉള്ള അറിയപ്പെടാത്ത ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും ഒരുപാട് വ്യൂ പോയിന്റുകളും ഈ ഒരു മേഖലയിലുണ്ട് കേട്ടോ. ഇതൊക്കെ വന്ന് കണ്ട് എന്താ പറയുക, അധികം ആളുകളൊന്നും ഇല്ലാത്ത തിരക്കില്ലാത്ത ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്ന് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടല്ലോ, സംതിങ് നമുക്ക് ഭയങ്കര ഒരു സമാധാന ഫീലാണ് കേട്ടോ. ടാറിട്ട റോഡിലേക്ക് വന്ന് കയറിയതിന് ശേഷം ഉണ്ടല്ലോ, ഇനി നമ്മൾ നേരെ ഹുറിയിലേക്ക് പോവുകയാണ്. ഞാൻ മുമ്പേ പറഞ്ഞ് ഓർക്കുന്നില്ല നിങ്ങൾ, ഇന്ത്യയുടെ അവസാനമായിട്ട് റോഡ് എത്തുന്ന ആ ഒരു വില്ലേജിലേക്ക് ഹുറിയിലുണ്ടല്ലോ
ഇന്ത്യൻ ആർമിയുടെ ഒരു ബേസ് ഒക്കെ ഉണ്ട്. ഇതാ ഇവിടെയായിട്ടൊരു ബേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ത്യൻ ആർമിയുടെ മാത്രമല്ല ITBPയുടെ ഒരു ക്യാമ്പ് കൂടി ഇവിടെയുണ്ട്. ഇനി ഫോർ എമർജൻസി ആളുകൾക്ക് വേണ്ടിയിട്ട് എന്താ പറയുക, നെറ്റ് ഉപയോഗിക്കാൻ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഡിക്കൽ അങ്ങനെയുള്ള ആവശ്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതിന് ഇവിടെ ആർമി ക്യാമ്പിലേക്ക് വന്നാൽ മതി. വെൽക്കം ടു ഹുറി. ഇനി മേലോട്ട് പോകാൻ പറ്റില്ലേ? ഇനി മേലോട്ട് പോകാൻ പറ്റില്ലേ? കയറി കയറി നമ്മളിതാ മലയുടെ ഏറ്റവും ടോപ്പിലെത്തി. റോഡ് ഇവിടെ തീർന്നു. ഇവിടെയാണ് കേട്ടോ ഹെലിപ്പാഡ്. നൈസ്. ഇനിയുണ്ടല്ലോ, ഇവിടെ നിന്ന് നിങ്ങളോട് ഞാനൊരു രഹസ്യം പറയാം. ആരോടും പറയരുത്. ഇന്ത്യ ഉണ്ടല്ലോ, നമ്മളുടെ ഇവിടെ നിന്ന് അങ്ങ് ചൈന, അത് ആ ഒരു ഭാഗത്തേക്ക് അങ്ങ് ചൈനയാണ്. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് പുതിയ റോഡ് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, ഏറ്റവും ബോർഡർ വരെ എത്തണം എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് ആ ഒരു റോഡ് കട്ട് ചെയ്യുന്ന കാഴ്ചയാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇവിടെ ഇങ്ങനെ വന്നിരുന്ന് പുതിയ റോഡ് വെട്ടുന്നതും അതുപോലെ തന്നെ ചൈനയുടെ അങ്ങ് മലയുടെ ഭാഗങ്ങളും നോക്കി ഇങ്ങനെ ഇരിക്കാം. ഇപ്പം ഇരിക്കാനാണ് പറ്റുന്നത്. കുറച്ചുകൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഈ വഴി പ്രത്യേക പെർമിറ്റൊക്കെ എടുത്തിട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. ണ്ടല്ലോ മറ്റൊരു പ്രകൃതിയുടെ അത്ഭുതം നിങ്ങളെ കാണിച്ചു തരാം. അതുകൊണ്ടെങ്കിൽ അറ്റ് എ ടൈം 2 മഴവില്ല് അച്ഛൻ കണ്ടിട്ടുണ്ട്. രണ്ട് മഴവില്ല് അറ്റ് എ ടൈം ഇപ്പം കണ്ടില്ലേ? അതവിടെ കണ്ടില്ലേ? ഇവിടെ ഹെലിപ്പാഡിൽ നിൽക്കുമ്പോൾ ഉള്ളതോ താഴെയായിട്ട് ഈ കാണുന്നതാണ് നമ്മളുടെ ഹുറി വില്ലേജ്. അതുകൊണ്ട് ഇവിടെ കുറച്ചധികം വീടുകളാണല്ലോ ഉള്ളത് മെയിനായിട്ട് അച്ചോ. അതുകൊണ്ട് അങ്ങ് ആ ഒരു മലയുടെ എൻഡ് വരെ ഒരു ഐലൻഡ് പോലെ ഭാഗത്തായിട്ട് ഹുറിയുടെ വില്ലേജ് ഉണ്ട് കേട്ടോ. ഇവിടെയുള്ള കുറച്ച് പേരാണ് മോഡേൺ വില്ലേജിൽ പോയി വീട് വെച്ച് താമസിക്കുന്നത്. ഓക്കെ, ഇത് പഴയ വില്ലേജ് അല്ലേ? ഫൈനലി സൂര്യാസ്തമയത്തോടു കൂടി തന്നെ നമ്മൾ ഡാമിലേക്ക് തിരിച്ചെത്തി. നമ്മുടെ പള്ളിയാണ് കേട്ടത് ആ ഒരു അറ്റത്തെ മലയുടെ എൻഡിലായിട്ട് കാണുന്നത്. നമ്മൾ ഇന്ന് രാവിലെ അവിടെ നിന്നാണ് തുടങ്ങിയത്. ഇവിടുന്ന് ഞാൻ നിങ്ങളൊരു കാഴ്ച കാണിച്ചു തരാവേ. ഇപ്പോൾ കയറിയിട്ട് വന്ന മല ഈ കാണുന്നതിലുണ്ട്. ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇതങ്ങ് ദൂരെയായിട്ട് ഇതുണ്ടല്ലേ നിങ്ങൾ, ആ മലകൾ, പച്ച മലനിരകൾക്കൊപ്പരം അതുണ്ടോ ആ ഒരു പോർഷനിൽ, അതിൻ്റെ മേലെയാണ് നമ്മൾ കയറിയത് നടന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചിറങ്ങി വന്നതാണ് കേട്ടോ. അപ്പോൾ എത്ര ദൂരത്തോളം നമ്മൾ പോയി നിങ്ങൾ ചിന്തിച്ച് നോക്ക്. തിരിച്ച് ഞാനങ്ങനെ നമ്മളുടെ റൂമിലേക്ക് എത്തി. ഇതാണ് നമുക്ക് വേണ്ടി ഒരുക്കിയ റൂം കേട്ടോ. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ നടത്തവും ഇന്നത്തെ കാഴ്ചകളും ഒക്കെ? നിങ്ങൾക്കെല്ലാവർക്കും ഇതുപോലുള്ള ഉൾനാടൻ ഗ്രാമങ്ങളുടെ ഉള്ളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് യഥാർത്ഥമായ ഉള്ളു കേട്ടോ. ഇനിയും ഉള്ളിലോട്ട് നമുക്ക് പോകാനില്ല, പ്രത്യേകിച്ച് ഇന്ത്യയുടെ. അപ്പം ഇതുപോലുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കൂടെ നിൽക്കുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടല്ലോ ദയവായി കമൻറ്റായിട്ടൊന്ന് ഇടണേ. ആ കമൻറ്റ് വായിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാകത്തുള്ളൂ. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കണ്ട. പിന്നെ കൂടുതൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇതൊക്കെ ഇതിൻ്റെ അകത്തുള്ളതാണ്. അങ്ങനെയൊക്കെ ചെയ്തെങ്കിലാണ് നമ്മളുടെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിപ്പെടുക കേട്ടോ. എന്തായാലും എല്ലാവരും കൂടെ തന്നെ ഉണ്ടാവുക. ഇനിയും കൂടുതൽ കാഴ്ചകൾ ഈ ഒരു മലയോര മേഖലകളിൽ നമുക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. അതൊക്കെ നമുക്ക് അറിയണ്ടേ. അപ്പോൾ ആ ഒരു കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ആളില്ലാത്ത, കറണ്ടില്ലാത്ത, നെറ്റ്വർക്ക് ഇല്ലാത്ത, പുറം ലോകമായിട്ട് യാതൊരു തര ബന്ധവും ഇല്ലാത്ത ഈ ഒരു ഹിമാലയൻ ഗ്രാമത്തിൽ നിന്നും ഇന്നത്തെ ദിവസം ഞാൻ ബൈ പറയുന്നു. നാളെ മറ്റൊരു കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, സീ യു. സ്നേഹം മാത്രം.